സംസാരം ചാനലിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഇന്ന് സൂപ്പർ സാമ്പാർ ഉണ്ടാക്കിയാലോ? എന്നാൽ ഇന്നത്തെ ഞങ്ങളുടെ ഒരു സാമ്പാറിനൊരു സ്പെഷ്യൽ ഉണ്ട്. ഞങ്ങൾ പാവയ്ക്ക ചേർത്തുകൊണ്ടാണ് ഇന്ന് സാമ്പാർ ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് സാമ്പാറിൽ പാവയ്ക്ക ചേർത്തുണ്ടാക്കിയാൽ. ആ സാമ്പാർ ടൈം നല്ലൊരു കൊഴുപ്പും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് തയ്യാറാക്കാം. ഞാൻ ലെസ്ലി, ഞാൻ ലവ്ലി. നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വേവിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം പരിപ്പ് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ചട്ടിയിലേക്ക് പരിപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അല്പം ഉപ്പും കൂടി ഇട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് മൂടി ഒന്ന് തുറന്നു നോക്കാം. പരിപ്പ് നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. സാമ്പാറിന് വേണ്ട കഷ്ണങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചേന, മത്തൻ, കുമ്പളങ്ങ, വെള്ളരിക്ക, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, വാഴയ്ക്ക, പച്ചമുളക്, നമ്മുടെ സാമ്പാറിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻസ് ആയ പാവയ്ക്ക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി, സവോള, അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കഷ്ണങ്ങളും അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മുരിങ്ങയ്ക്ക, വഴുതനങ്ങ, വെണ്ടയ്ക്ക, ഇതൊക്കെ കുറച്ച് വേവ് മതി. അതുകൊണ്ടാണ് മറ്റു കഷ്ണങ്ങൾ വെന്ത ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി നമുക്ക് അല്പം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ആദ്യം കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുത്താൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ആ കായപ്പൊടി എല്ലാ കഷ്ണത്തിലും പിടിച്ച സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. നമ്മളിപ്പം കുറച്ച് കായപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കായപ്പൊടി അല്ലാതെ കായത്തിൻ്റെ കഷ്ണമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ തേങ്ങ വറക്കുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത് ഒന്നിച്ച് അരച്ചെടുത്താൽ മതി. നമുക്കൊന്നുകൂടി മൂടി വെച്ച് ആവി കയറാൻ വേണ്ടി വെക്കാം. നമുക്കിനി സാമ്പാറിന് ആവശ്യമായ തേങ്ങ വറുത്തെടുക്കാം. നമുക്ക് പാനിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ തേങ്ങയിലേക്ക് ഒരു 5-6 ചുള ചെറിയുള്ളി, 10 അല്ലി വെളുത്തുള്ളി, ഒരൽപ്പം ഉലുവ, 5-6 മണി കുരുമുളക്, ഒരൽപ്പം ജീരകം, കുറച്ച് കറിവേപ്പില ഇത് നന്നായിട്ട് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി. ഈ സാമ്പാർ പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. തേങ്ങ വറുത്തരയ്ക്കുന്നതുകൊണ്ട് സാമ്പാർ പൊടി ചേർക്കണമെന്നില്ല. ചേർത്താലും കുഴപ്പമൊന്നുമില്ല. മൂത്ത് വരുന്നുണ്ട്. ലൈറ്റ് ഗോൾഡൻ കളറൊക്കെ ആയി വരുന്നുണ്ട്. നമുക്കൊരു അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വേഗം മൂത്ത് കിട്ടും. നമ്മൾ തേങ്ങ വറക്കുന്ന കൂട്ടത്തിൽ ഒരല്പം കുരുമുളകും ജീരകവും ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ തേങ്ങ വറുത്തരച്ച സാമ്പാറിന്. ഉലുവയാണെങ്കിൽ ഒരു അല്പം ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കയ്പ്പായിരിക്കും. നമ്മുടെ തേങ്ങ ഇവിടെ നന്നായിട്ട് ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കിനി അത് വാങ്ങിയിട്ട് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് വാളംപുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ തക്കാളി ആദ്യമേ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഒരുപാട് പുളിയുടെ ആവശ്യമില്ല. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വാളംപുളി ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ തേങ്ങ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സാമ്പാറിന് ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് വാങ്ങി വെച്ചിട്ട് വറവിടാം.
പാൻ അടുപ്പത്ത് വെച്ചു. പാൻ ചൂടായ ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി അല്പം ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. കൂടുതൽ തന്നെ ഒരു 2-3 ചുള ചെറിയുള്ളി, വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. വറവ് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം പാവയ്ക്ക ചേർത്തെന്ന് വിചാരിച്ച് ഒരു കുഴപ്പമില്ല. പാവയ്ക്ക ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ പാവയ്ക്കയുടെ കയ്പൊന്നും ആ കറിയിൽ ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ വെണ്ടയ്ക്ക ഇടുന്ന സമയത്ത് പച്ചക്കറിയിലേക്ക് വെണ്ടയ്ക്ക ഇടാതെ തന്നെ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ഫ്രൈ ആക്കി എടുത്ത ശേഷം വെണ്ടയ്ക്ക നമ്മൾ സാമ്പാറിലേക്ക് ചേർക്കുവാണെങ്കിൽ അതൊരു വഴുവഴുപ്പ് ഉണ്ടാകില്ല, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. മറ്റൊരു വിഭവമായി വീണ്ടും കാണാം. ബൈ.